ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫസ്റ്റ് അവറാണുള്ളത്. നമുക്ക് ഫസ്റ്റ് അവറായിട്ട് ഇന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നലത്തെ ക്ലാസ് തീർത്തത് ലോ ഓഫ് ഡിമാൻഡിനാണ്. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു തീർത്തു. ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റിയും സപ്ലൈ മാത്രമേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂൾ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളാണ്. ഓക്കെ, സോ ഇതാണല്ലോ ഫസ്റ്റ് മൊഡ്യൂൾ. ഇതിൻ്റെ അകത്ത് മാത്രമേ തിയറി ഉള്ളൂ. പിന്നെ എല്ലാവരും വരട്ടെ. വരുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയഗ്രാമൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരച്ച് നോക്കണം. നമ്മൾ റിവിഷൻ്റെ ഭാഗമായിട്ടല്ല നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇതുകൊണ്ട് ഈ ഡയഗ്രാമൊക്കെ ഇങ്ങനെ പോയെന്നും അതുപോലെ തന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഇങ്ങോട്ടാണെന്നും അങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നിറയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് കാര്യങ്ങൾ അറിയിക്കാനും ഇമ്പോർട്ടൻ്റ് ആണ്. So that is about the law of demand. Now we are coming to the new topic, today's topic, that is elasticity of demand. Okay, എന്താണ് ഇലാസ്റ്റിസിറ്റി? അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിക്കുന്നത്. കൃത്യമായിട്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പക്ഷേ ഇലാസ്റ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ലിറ്ററൽ സെൻസിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നറിയാൻ പറ്റും. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വലിയുക എന്നാണ് അതിനർത്ഥം, അല്ലേ? വലിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പോൺസീവ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി, റെസ്പോൺസീവ്നെസ്. ഓക്കെ, സോ റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെ ഈ ഇലാസ്റ്റിസിറ്റിയെ ലിറ്ററലായിട്ട് ഇലാസ്റ്റിസിറ്റി ഞാനിങ്ങനെ എഴുതാം, ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അതിനെ നമ്മൾ റെസ്പോൺസീവ്നെസ് ആയിട്ട് കാണുമോ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രൈസ് മാറുന്നതനുസരിച്ച് ഡിമാൻഡ് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഈ കോസൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഏതാണ് ആദ്യം മാറുന്നത്? പ്രൈസാണ് ആദ്യം മാറുന്നത്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് മാറും. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. നമ്മൾ കുറേ പ്രാവശ്യം എഴുതി പിടിച്ചു. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട്? പ്രൈസ്. അപ്പോൾ നമ്മളങ്ങനെ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാ ആദ്യം മാറുന്നത്? പ്രൈസ് ആദ്യം മാറും. മനസ്സിലായി? ഇത് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷനാണ്. ഓക്കെ, സോറി, ഇത് ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷനാണ്. ഇതാണ് ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സംഭവം ആദ്യം മാറും, പ്രൈസ് ആദ്യം മാറും. അനുസരിച്ച് എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന മാറും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അറിയാം, നമ്മളെപ്പോഴും മനസ്സിൽ കാണാം, എത്ര പ്രൈസ് മാറുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന മാറും. നമുക്ക് പ്രൈസ് കൂടുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന കുറയും എന്നറിയാം സാധാരണഗതി എങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഡിമാൻഡ് കർവ് എന്താണ് നമ്മൾ പറയുക, ഇങ്ങനെ താഴോട്ട് വരുന്നത്. ശരിയല്ലേ? ഇനി പ്രൈസ് മാറുമ്പോൾ എത്ര കണ്ട് ഡിമാൻഡ് മാറുമെന്ന് ഒരു രണ്ടാമത്തെ ലെവലിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഈ പ്രൈസ് കുറയുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. എത്രമാത്രം കുറയും? അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. എത്രമാത്രം കൂടും? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? കൂടും കുറയും എന്ന് പറയാതെ ആ കുറയുന്നതിൻ്റെയും കൂടുന്നതിൻ്റെയും ഡിഗ്രി നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ കുറയുന്നതിൻ്റെയും പ്രൈസ് കൂടുന്നതിനും കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയുന്നതും കൂടുന്നതും ആ പ്രൈസിനോട് ഡിമാൻഡിൻ്റെ റെസ്പോൺസാണ് നമ്മൾ ഈ ഇലാസ്റ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ പഠിച്ചു QD ഈസ് എ ഫങ്ഷൻ ഓഫ് വൺ P and change in QD divided by change in P is less than 0 എന്ന് പറഞ്ഞു. ഇത് ഒന്നാമത്തെ ഘടകമാണ്, ഒന്നാമത്തെ കോമ്പണൻ്റ് ആണ്. നമ്മൾ പ്രൈസ് എത്രമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മളങ്ങ് പഠിച്ചു. ഓക്കെ, അത് ഒന്നാമത്തെ ഘടകമാണ്. പിന്നെ അത് എങ്ങനെ മാറുമെന്ന് പഠിച്ചു. ഇതിൻ്റെ അകത്ത് എങ്ങനെ മാറുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് മാത്രമേ. പ്രൈസ് ഓഫ് വാട്ട്? പ്രൈസ് ഓഫ് എക്സ്. അതിൻ്റെ ആ കമ്പ്യൂട്ടർ മാത്രം നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തേൻ്റെ അകത്തുണ്ടല്ലോ കാര്യങ്ങൾ ഇച്ചിരി വ്യത്യാസം. അതിനകത്ത് എങ്ങനെ മാറുമെന്നാണ് പറയുന്നത്. അത് നെഗറ്റീവായിട്ടാണ് മാറുന്നത് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മൂന്നാമത്തെ പറയും എത്രമാത്രം നെഗറ്റീവായിട്ട് മാറും. അതാണ് എൻ്റെ ചോദ്യം. ശരിയല്ലേ? ഇപ്പം ഇത് തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. എങ്ങനെയാണ് ബന്ധം? ഇങ്ങനെയാണ് ബന്ധം. എത്രമാത്രം ആയിട്ടാണ് ആ ബന്ധത്തിൻ്റെ ആഴം? ഇതാണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മളോട് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ഓരോ ലെവലിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ തിയറി ആയിട്ട് ഇങ്ങനെ കോൺസെപ്റ്റായിട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ ലിറ്ററൽ മീനിങ്, ചില കാര്യങ്ങൾ ഈ ചൈനക്കാരുടെ കാര്യം എന്ന് പറയും. ചൈനക്കാരുടെ ഭാഷ അവർ ഇന്ത്യക്കാരെ ഇൻട്രായിൻ എന്നാണ് വിളിക്കുന്നത്. അമേരിക്കക്കാരെ സുന്ദരന്മാരെന്നാണ് വിളിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ എല്ലാവരും സുന്ദരന്മാരാണെന്ന് അവർ പണ്ടേ വിചാരിച്ച്. അപ്പോൾ അവരുണ്ടല്ലോ എന്താണോ അവർക്ക് കാഴ്ചയെ തോന്നുന്നത് ആ രീതിയിൽ ആൾക്കാരെ വിളിക്കും. അല്ലാതെ നമ്മളൊരു ഉദാഹരണം എല്ലാം അങ്ങനെയാണ്. അവരുടെ ഭാഷ വരെ ഐഡിയോഗ്രാഫിക് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ പെണ്ണിൻ്റെ പടം വരച്ച് വെക്കും. പെണ്ണെന്നല്ല എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ ഗേളെന്നല്ല എഴുതുന്നത്, ഒരു പടം വരച്ച് വെക്കും. അപ്പം അമ്മാതിരിയുള്ളൊരു സ്ക്രിപ്റ്റാണ് അവരുടെ ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്നാണ് സംഭവിക്കുന്നത് അറിയോ?
നമ്മൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണോ ഇതിൻ്റെ തൊള്ളതെങ്കിൽ നമുക്ക് ഭയങ്കര വർക്ക് ഇച്ചിരി പകുതിയായിട്ട് എളുപ്പമായി. അങ്ങനെ ഒരു പരിപാടിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ലിറ്ററൽ മീനിങ് ഉണ്ട്. ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറി മീനിങ് എന്നാണ് അർത്ഥം. ലിറ്ററൽ അതിവിടെ ആപ്ലിക്കബിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആപ്ലിക്കബിൾ, എങ്ങനെയാണ് കണക്ഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്നുള്ളത് നമ്മളിപ്പോൾ കാണും. ഓക്കെ, നോ വി ആർ സ്റ്റാർട്ടിങ്. ഒരു സെക്കൻഡ്. ഓക്കെ, സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി of demand expresses the response of quantity demand of a good to changes in its price given the consumer's income, his taste, preference, etc. All other goods remains constant given എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ പറയണ്ട given the consumer's income, his taste and price of all the goods, etc. കൂടെ എഴുതാൻ ഞാൻ വെച്ച് മാറ്റിച്ചാൽ എഴുതിക്കോട്ടെ. ഈ ഫസ്റ്റ് 6 പേജ് കറക്ഷൻ ഉണ്ടെന്ന് ഞാൻ എഴുതി വെച്ചില്ലേ, പിന്നെ മാറിപ്പോവും, പിന്നെ മറന്നുപോകും. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ കറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എക്സ്പ്രസസ് ദ റെസ്പോൺസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ടു ഇറ്റ്സ് പ്രൈസ്. ഏതിൻ്റെ പ്രൈസാണെന്ന് ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മളിങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കുക, ഓക്കെ സംഭവം സൂപ്പറാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ഓരോന്നെടുത്ത് വായിക്കുമ്പോഴത്തേക്കും ഏതിൻ്റെ ഈ കമ്മോഡിറ്റിയാണോ വേറെ വല്ല കമ്മോഡിറ്റിയാണോ നമുക്ക് ഭയങ്കര സംശയം തോന്നും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈറ്റ്സ് എന്നുള്ള എപ്പോഴും ഇങ്ങനെ ഇതെനിക്ക് വന്ന പ്രശ്നം കേട്ടോ, നമുക്കെല്ലാവർക്കും വരാം. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഈറ്റ്സിന് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ എന്താണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറയുന്നത്? ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എത്രമാത്രം ചേഞ്ച് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൈസ് 10% കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 10% തന്നെയാണോ കൂടുന്നത്? പ്രൈസ് 10% കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 10% തന്നെയാണോ കൂടുന്നത്? നമുക്കറിയാലോ പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുന്നു. ഓക്കെ, സോ അല്ലെങ്കിൽ 10% പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 20% കൊണ്ട് കൂടുമോ എന്നുള്ള ചോദ്യം. അതിനുള്ള മറുപടിയാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി മനസ്സിലാകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഷോസ് വാട്ട് ദ റെസ്പോൺസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ഓൺ പ്രൈസ് വിത്ത് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ ഇതിൻ്റെ സ്വാധീനം ചിലപ്പോൾ ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ സ്വാധീനിക്കുമായിരിക്കും, ഇതിൻ്റെ ചേഞ്ച്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇവനെയെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്, ഇവനൊന്നും മാറുന്നില്ല നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ പലതും അങ്ങനെ അസംഷനിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതൊന്നും മാറിയാലും നമ്മളങ്ങ് വിചാരിച്ചാലേ ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ടാണ് ആ അസംഷൻ ഗിവൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെറ്റേരിസ് പാരിബസ് other things remains constant. Okay, പിടിയിട്ടല്ലോ. Now we are coming to the second paragraph. The price elasticity means the degree of responsiveness or sensitiveness of the quantity demand of a good to change in its price. This is the definition part, definition. ഈ ഇൻട്രഡക്ഷൻ പാർട്ട് ചുമ്മാ കാഷ്വലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്. പ്രൈസ് എലാസ്റ്റിസിറ്റി മീൻസ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓർ സെൻസിറ്റിവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, സോ ഒരു കമ്മോഡിറ്റിയുടെ വിലയോട് അതിൻ്റെ ഡിമാൻഡ് എങ്ങനെ പ്രതികരിക്കുന്നു, എത്രമാത്രം പ്രതികരിക്കുന്നു എന്നാണ് എന്ത് കാണിക്കുന്നത്? ഈ പ്രൈസ് എലാസ്റ്റിസിറ്റി. മനസ്സിലായി? പ്രൈസ് ചേഞ്ച് ചെയ്യുന്നു, അന്നേരം ക്വാണ്ടിറ്റി എങ്ങനെ മാറുന്നു. ഓക്കെ, ഇൻ അതർ വേർഡ്സ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഇസ് എ മെഷർ ഓഫ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓഫ് ഗുഡ് ഇൻ റെസ്പോൺസ് ടു റിലേറ്റീവ് ചേഞ്ച് ഇൻ പ്രൈസ്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 10 രൂപയായിരുന്നു, അതനുസരിച്ച് 2 രൂപ കൂടി. അപ്പോൾ കൂടിയെന്ന് കുറഞ്ഞു 2 രൂപ കൂടി, എളുപ്പമുണ്ടല്ലോ. 2 രൂപ കൂടിയത് എത്ര ശതമാനം കൂടുതലാണ്? 20%. ഈ ശതമാനം എന്നുള്ള റിലേഷനാണ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്? 20% അല്ലെങ്കിൽ 2 രൂപ. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഒറിജിനൽ പ്രൈസ് ഓർ ഗിവൺ പ്രൈസ്, ദ പ്രിവെയിലിംഗ് പ്രൈസ്, സോ ദിസ് റിലേറ്റീവ് ചേഞ്ച് 20% ചേഞ്ച് ഓർ 2 rupees ചേഞ്ച് brings how much change in quantity demanded? It brings down demand by 30%. നമ്മൾ അസ്യൂം ചെയ്യുക. ശരിയല്ലേ? അപ്പം പ്രൈസ് എത്ര ചേഞ്ച് ചെയ്തോ അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്തു. കൂടുതൽ സെൻസിറ്റീവ് ആയിപ്പോയി ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസീവ് ആയിപ്പോയി ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ എലാസ്റ്റിക് ആയിപ്പോയി. മനസ്സിലായല്ലോ? ഇതാണ് എലാസ്റ്റിസിറ്റി. അപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈഡ് സെൻസിൽ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കാര്യങ്ങൾ ഇവിടെ കിട്ടില്ല. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിന് സോ ഇറ്റ്സ് റിലേറ്റീവ് ചേഞ്ച്. നമ്മൾ അങ്ങനെ പറയുക. റിലേറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു. അണ്ടർ ദി പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്, ബട്ട് ഐ ഹാവ് നോട്ട് മെൻഷൻഡ് എവരി മെത്തേഡ് ഓർ ഈവൻ ഇഫ് ഞാൻ ഇവിടെ തുടക്കത്തിൽ പോലും എന്ത് പറഞ്ഞില്ല, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണെന്ന് പറഞ്ഞില്ല, പകരം ഒരു മെത്തേഡിലേക്ക് വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ പറയേണ്ടതായിരുന്നു. ബട്ട് അണ്ടർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് ദർ ഇസ്
there are different methods, but under one method that is most common or popular one, okay, proportionate method, the elasticity of demand is measured as the proportionate change in price and the quantity demanded. മനസ്സിലായാലോ? പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർമുല നമ്മൾ പഠിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്? നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് due to its price, change in price is what we can say less than 0. ഇനി അതുപോലെ തന്നെ സോറി കേട്ടോ, ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ വാട്ട് ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഈസ് ലെസ് ദാൻ 0 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യും? അതാണ് അടിയിലിടുന്നത്. ഈ അടിയിൽ മുകളിലിട്ട് ഡിനോമിനേറ്റർ ഇട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ എന്താ ഡിനോമിനേറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് എപ്പോഴും ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ പറയുന്നത്, നമ്മളിങ്ങനെ ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എലാസ്റ്റിസിറ്റി അളക്കുമ്പോഴേ എലാസ്റ്റിസിറ്റി ആദ്യം മാറുന്നത് എന്താ? പ്രൈസ് മാറും. പ്രൈസ് മാറുന്നതനുസരിച്ച് എന്ത് മാറണം? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് മാറണം. ശരിയല്ലേ? എങ്ങനെ? അപ്പോൾ പ്രൈസ് മാറുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് മാറുന്നു എന്ന് നമ്മൾ എലാസ്റ്റിസിറ്റി പറയുകയാണെങ്കിൽ അതിന് കാണുന്ന ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ ശരിയല്ല എന്ന് നോക്കി. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വാട്ട്? പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചല്ലോ. സോ ആനുപാതികമായി, ആനുപാതികം എന്ന് പറയുമ്പോൾ നമുക്കൊരു ശതമാനം അതിന് തോന്നണം. 20% കൊണ്ട്, 10% കൊണ്ട്, 5% കൊണ്ട് പ്രൈസ് മാറി കൂടിയപ്പോൾ ഡിമാൻഡ് എത്രമാത്രം കുറഞ്ഞു. അതാണ് പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയുന്നത്. അവിടെ പെർസെൻറ്റേജിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് പ്രൊപ്പോർഷനേറ്റ്. ഓക്കെ, അപ്പം പ്രൈസ് എലാസ്റ്റിസിറ്റിക്കുള്ള ഇക്വേഷൻ ഒരു കാരണവശാലും മറക്കരുത്. മുകളിലാണോ ക്വാണ്ടിറ്റി വരേണ്ടത്, താഴെയാണോ ക്വാണ്ടിറ്റി വരുന്നത്? നമ്മൾ പെട്ടെന്ന് ഓടിച്ചിട്ട് വായിച്ച് പരീക്ഷാ ഹാളിൽ മുമ്പിൽ നമുക്കൊരു സംശയം വരും. ഇത് എക്സാമിനേഷൻ ഹാളിലുണ്ടല്ലോ, ടീച്ചർമാർക്ക് ഇത് ഭയങ്കര ബൈഹാട്ടാണ്. അപ്പോൾ അവർ പഠിപ്പിക്കുന്നുണ്ടോ കേട്ടോ. അപ്പോൾ അവർ ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അന്നേരം അവർ വെട്ടും വെച്ച് തരും, നമ്മുടെ മാർക്കും അതിൽ പോകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മനസ്സിലാക്കി പഠിക്കാനാണ് ഞാനിങ്ങനെ പറയുന്നത്. അടിയിൽ കിടക്കുന്നത് മാറിയത് കാരണം മുകളിൽ കിടക്കുന്നത് എങ്ങനെ മാറി എന്നാണ് ഈ പറയുന്ന സംഭവം നമ്മളോട് പറയാം. ഇപ്പോൾ എലാസ്റ്റിസിറ്റി അങ്ങനെയാണെങ്കിൽ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ചേഞ്ച് എങ്ങനെയായിരിക്കും? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ശരിയല്ലേ? അല്ല എലാസ്റ്റിസിറ്റി നമ്മളിവിടെ നോക്കുക. അപ്പോൾ വെറും ചേഞ്ച് ആണോ പറയേണ്ടത്? അല്ല, ആനുപാതികമായിട്ട് നമ്മളിവിടെ പറയാം. ശതമാനത്തിൽ നമ്മൾ മെഷർ ചെയ്ത് പറയാം. സോ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച്. വാട്ട് ഈസ് എലാസ്റ്റിസിറ്റി? എലാസ്റ്റിസിറ്റി ഈസ് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ഇസ് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. മനസ്സിലായല്ലോ? സോ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് ഈസ് എ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഡ്യൂ ടു എ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, പിടിയിട്ടില്ലോ? സോ ഇതാണ്. ഓക്കെ, സോ നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഇങ്ങനെ പറയുക, പറഞ്ഞ സാധനം നമ്മളൊരു ഇക്വേഷനിലേക്ക് ആക്കാനുള്ള ശ്രമമാണ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഓക്കെ, ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡ് ബൈ പ്രൈസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യമേ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് പറയണം. എന്താണ്? ഡെൽ ക്യൂ. ക്യൂ ആണല്ലോ ക്വാണ്ടിറ്റി. ചേഞ്ച് ഇൻ ക്യൂ ഡെൽ ക്യൂ ആയിരിക്കും. പി ആണ് പ്രൈസ്. ചേഞ്ച് ഇൻ പി ഡെൽ പി ആയിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇതിനെ മാറ്റി എഴുതും. പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇ പി എന്ന് പറഞ്ഞാൽ എഴുതുക ഈസിക്കൽ ടു ഡെൽ ക്യൂ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, സോ ഇനി നമ്മളാണ് പറയുക ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരുന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല, തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ മൊത്തമായിട്ട് എടുത്തല്ലോ. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യൂ ബൈ പിക്ക് വരാം തിരിച്ചിട്ടാൽ മതി. എന്നിട്ട് ഇത് ഹരിക്കുന്നതിന് വരെ മറിച്ചിട്ടാൽ അപ്പം പി ബൈ ക്യൂ എന്ന് പറയും. സോ ഒന്നുകൂടെ നമ്മൾ പറയാം, ഈ ഇക്വേഷനും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴും ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പി ഇൻറ്റു പി ബൈ ക്യൂ. മനസ്സിലായല്ലോ? ക്യൂ ബൈ ഇത് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ ഓർക്കുക. ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പി. ഇതൊക്കെ ആണല്ലോ. ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്യൂ ബൈ പിന്ന് ഇട്ടേക്കരുത്, ഇങ്ങനെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പി, പിന്നെ ഈ പി ഇങ്ങോട്ട് വരും ഇൻറ്റു പി ബൈ ക്യൂ. ഇങ്ങനെയാണത് പഠിക്കേണ്ടത്. ഈ ഇക്വേഷൻ നിങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെക്കേണ്ടി വരും. കാരണം ഇലാസ്റ്റിസിറ്റി ചോദിക്കുന്നത് ആദ്യം നോക്കുന്നത് എവിടെയാണ് ഇക്വേഷനാണ്. ഇവിടെ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, യു വിൽ ബി വെരി സാറ്റിസ്ഫൈഡ്, യു നോ. സോ യു ഷുഡ് യൂസ് ദിസ് expression, this symbol to explain what or indicate price elasticity. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ക്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പി. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് ഇപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് മുകളിലാണ് കിടന്നത്. അപ്പോൾ ഡിവിഷൻ ആണല്ലോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ അതിനെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യൂ ബൈ പിക്ക് വരും, പി ബൈ ക്യൂ എന്ന് പറയും. സോ ഇക്വേഷൻ ഓർത്തിരിക്കാൻ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റി മുകളിൽ വന്നു ക്വാണ്ടിറ്റി, പിന്നെ അതിൻ്റെ പ്രൈസ് പി ഡെൽ പി താഴെ വന്നു. അപ്പം ചേഞ്ച്
ചേഞ്ചിൻ്റെ ആദ്യത്തെ ഘടകം. പിന്നെ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിനോട് തിരിച്ചിട്ട് P/Q. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു del Q divided by del P into P/Q. ഓക്കെ, സോ നോ പ്രോബ്ലം. ഇനി elasticity of price, EP stands for what we can say price elasticity. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഇച്ചിരി സ്പേസ് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. del Q P/Q EP നമ്മൾ പറഞ്ഞല്ലോ പ്രൈസ് elasticity, ആൻഡ് ഡെൽറ്റ സ്റ്റാൻഡ് ഫോർ ഇൻഫിനിസിബിൾ ചേഞ്ചസ്. ഓക്കെ, ചെറിയ എത്രമാത്രം വേണമെങ്കിൽ ഇതിൽ ചേഞ്ച് നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാം. ദെൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് elasticity ഓഫ് ഡിമാൻഡ്. ഇനി ഇതാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഈ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ചുണ്ടല്ലോ എലാസ്റ്റിസിറ്റി കൂടുതലാണോ കുറവാണോ, അങ്ങനെ അതിൻ്റെ കൂടുതലും കുറവിലും അനുസരിച്ച് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരിക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ കൂടുതലാണോ, പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 20, പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 10, പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 5. ഇത് മൂന്നിലും ഇത് ഇലാസ്റ്റിസിറ്റി കൂടുതലാണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? പ്രൈസ് കൂടിയതിനേക്കാളും കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കുറഞ്ഞു. ഇവിടെ പ്രൈസ് 10% മാറി, ഇപ്പം ക്വാണ്ടിറ്റി 10% മാറി, അല്ലേ? അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു യൂണിറ്റി നിൽക്കില്ല. മനസ്സിലായാലോ? ഇവിടെ എന്ന് പറയുന്നത് പ്രൈസ് ഇത്രയും കണ്ടുകൂടി, ഡിമാൻഡ് ഇത്രയും കണ്ടുകൂടിയുള്ളൂ, ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ലെസ് ദാൻ 1. മനസ്സിലായല്ലോ? ഇവിടെ ഗ്രേറ്റർ ദാൻ 1 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. നോക്കുക, വെൻ ദി ഡിമാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഒരു കേസാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്താണെന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ വെൻ ദി ഡിമാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ എന്നാ അറിയോ? 5 പൈസ കുറച്ചാലും ശരി ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഒരു 5 പൈസ കുറയ്ക്കാൻ മതി, എന്ത് ചെയ്യും? എല്ലാം ഭയങ്കര ഒന്നെങ്കിൽ നമ്മളൊരു 5 രൂപ, നമ്മൾ 1000 രൂപ എന്ന് പറയും ഒരു സാധനത്തിൻ്റെ വില, നമ്മൾ വിൽക്കുന്ന മാർക്കറ്റിലുള്ള സാധനത്തിൻ്റെ വില, നമ്മൾ പ്രൊഡ്യൂസറാണെന്ന് വിചാരിച്ചു 1 രൂപ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നമ്മുടെ അടുത്ത് വരും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. 1 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുത്തനും നമ്മുടെ അടുത്ത് മേടിക്കില്ല, വേറെ ആൾക്കാർ മേടിക്കില്ല, കാരണം നമ്മുടെ അടുത്ത് 1 രൂപ കൂടി എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എന്താ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. A small change in price of a product causes a major change in its demand. A small rise in price results a fall in demand to 0. നമ്മൾ പറഞ്ഞല്ലോ, പ്രൈസ് അല്പം കൂട്ടിയാൽ ഒറ്റയിടത്തം പോലും നമ്മുടെ അടുത്ത് മേടിക്കില്ല, എല്ലാവരും വേറെ അടുത്ത ആൾക്കാരിൽ നിന്ന് മേടിക്കും. A small price rises, a fall in price causes increase in demand to infinity. എല്ലാ ആൾക്കാരുടെയും നമ്മുടെ അടുത്തേക്ക് പൈഡ് പേപ്പർ എന്ന് പറഞ്ഞ് പോയം കിട്ടില്ല എന്ന് പറയുന്ന പോലെ, എലികളെല്ലാം കൊല്ലൂത്തുകാരൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ എന്താണ്, എല്ലാവരും കൂടെ നമ്മുടെ അടുത്തേക്ക് വരും ഈ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. കാരണം നമ്മൾ വില അല്പം കുറച്ചോളൂ, എല്ലാവർക്കും കൂടി ഇങ്ങോട്ടും. ഹിയർ ദി ഡിമാൻഡ് ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. 2 കേസിലും ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കാണ്. ഓക്കെ, നമുക്ക് പ്രൈസ് കൂട്ടാം കുറയ്ക്കാം, കൂട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ആൾ പോലും വരികയില്ല, കുറച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയഗ്രാമാണ് കാണിക്കുന്നത്, ഡിമാൻഡ് ഡയഗ്രാം. നമ്മൾ സാധാരണ ഡിമാൻഡ് ഡയഗ്രാം ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഈ ഡിമാൻഡ് ഡയഗ്രാം ഇങ്ങനെയാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ Q P ഇതാണ് OP പ്രൈസാണ്. ഇനി നിങ്ങൾ OP1 കൂട്ടിയെന്ന് വിചാരിച്ചോ, ഒറ്റ എടുത്തം പോലും നമ്മുടെ അടുത്ത് വരില്ല. മനസ്സിലായല്ലോ? Pയിലേക്ക് വരുവാണെങ്കിൽ, ഇങ്ങോട്ട് വരുവാണെങ്കിൽ എല്ലാവരും നമ്മളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഡിമാൻഡ് കയറിൻ്റെ പ്രത്യേകം അറിയാം, ഈ പ്രൈസിൽ നിന്ന് മാറ്റാൻ നമുക്ക് പറ്റുകയില്ല. ഈ OP എന്ന് പറഞ്ഞ പ്രൈസിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. OP കേട്ടോ, നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം. അതുകൊണ്ട് ഡിമാൻഡ് കയറി ഇങ്ങനെയായിരിക്കും. എൻ്റെ അർത്ഥം അറിയാം, നിങ്ങൾക്ക് ഈ പ്രൈസ് സ്വീകരിച്ചാൽ മതി, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാം. ഇതാ ഇവിടെ വിൽക്കാം, ഇവിടെ വിൽക്കാം, ഇവിടെ വിൽക്കാം, ഇതാ വിൽക്കുന്ന ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും. അപ്പോൾ ഇതാണ് എന്ത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഓക്കെ, വിച്ച് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഇത് നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഓപ്പോസിറ്റ് കേസാണ്. ഇവിടെ എന്നാണെന്നറിയോ, ഇൻ ദി കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് വെൻ ഇസ് പ്രൈസ് ചേഞ്ചസ്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലേ? ഈ നെഗറ്റീവ് ഭാഗമൊന്നുമില്ല കേട്ടോ, എന്തുകൊണ്ട് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. എത്ര P വന്നാലും പ്രൈസ് 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും നോക്കുക, ഇത്രയും മേടിക്കും ആൾക്കാർ. ഈ QD എന്ന് പറഞ്ഞ എമൗണ്ട് മേടിക്കും. മനസ്സിലായല്ലോ? ഇത്ര എമൗണ്ട്, ഇത് 100 രൂപ കിട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ പ്രത്യേകത അറിയും, ഇതുപോലെ ഉപ്പുമല്ലായിരിക്കും. എന്താണ്, എത്ര വില കൂടിയാലും കുറഞ്ഞാലും നമ്മളൊരു 10 കിലോ മേടിക്കൂ. ആവശ്യമില്ല അല്ലേ? ഒരു പ്രത്യേകം നമുക്ക് എത്ര കൂടിയാലും ഇത്രയെങ്കിലും ആവശ്യമുണ്ട് വില കൂടിയാലും. അപ്പോൾ അതാണ് ഈ ഡിമാൻഡ് ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇതിൽ പ്രൈസ് കൂട്ടിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രൈസ് കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല,
കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് കൂടുതൽ വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് കൂട്ടിയാലെന്നല്ല നമുക്ക് അത്യാവശ്യം വില കിട്ടില്ല. പ്രൈസ് കുറച്ച് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അതാണ് ചോദ്യം. പ്രൈസ് കുറച്ചതിൻ്റെ ഒരു ഉപകാരമില്ല, നമുക്കൊന്നും കൂടുതലായിട്ട് വിൽക്കാൻ പറ്റില്ല, ആരും ഇവിടെ നിന്ന് കൂടുതലായിട്ട് മേടിക്കാൻ പോകുന്നില്ല. ഇവിടെ എങ്ങനെയല്ല, പ്രൈസ് കൂട്ടിയാലും കുറച്ചാലും ഭയങ്കര. അപ്പോൾ ഈ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്കാണ്. എന്തിനോട്? പ്രൈസിനോട്. സോ വാട്ട് ഓർ മേ ബി ദ പ്രൈസ്, യുവർ ഡിമാൻഡ് വിൽ ബി Q0 അല്ലേ? Q0 എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ എവിടെയാണ് അടയാളപ്പെടുത്തുന്നെങ്കിൽ Q0 ആയിരിക്കും. ഓക്കെ, ഇതാ ഡയഗ്രാം വന്നേക്കുന്നു കേട്ടോ. P2 ആണ്. ഈ പ്രൈസിൽ ഇവിടെ തന്നെ ആയിരിക്കും ക്വാണ്ടിറ്റി മേടിക്കുക, ഈ പ്രൈസിൽ ഇവിടെ തന്നെ ആയിരിക്കും, ഈ പ്രൈസിൽ ഇവിടെ തന്നെ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. കിട്ടിയില്ലോ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇനി നമുക്ക് അടുത്ത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. റിലേറ്റീവ് ഇതിനിടയ്ക്കായിരിക്കും. ഇതൊരെണ്ണം നമ്മൾ കണ്ടു, ഇതൊരെണ്ണം നമ്മൾ കണ്ടു, ഇതിനിടയ്ക്ക് ഇഷ്ടം പോലെ ഡിമാൻഡുകളുണ്ട് അല്ലേ? അതങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പ്രൈസ് 10% കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഒരു 15% കൊണ്ട്, ഒരു 30% കൊണ്ട് കുറയുന്ന അല്ലേ? അതിനെയാണ് നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ക്രിയേറ്റ് ഈസ് ഹയർ കമ്പയർഡ് ടു പ്രൊപ്പോർഷണൽ ചേഞ്ച് മെയ്ഡ് ഇൻ ദി പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ പ്രൈസ് കുറയ്ക്കുന്നത് എത്രയാണോ അതിനേക്കാളും കൂടുതൽ കണ്ട് എന്ത് സംഭവിക്കും? ഈ ഡിമാൻഡ് കൂടും. മനസ്സിലായല്ലോ? സോ അതുകൊണ്ട് പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രൈസ് 10% കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് 10% കൂടുതൽ 15% കണ്ട ഡിമാൻഡ് കുറയും. പ്രൈസ് 10% കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഒരു 15% കൊണ്ട് കൂടും, അല്ലെങ്കിൽ 20%. 15 എന്ന് മാത്രം എപ്പോഴും പറയണ്ടല്ലോ, 10% കൂടുതൽ അർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ പ്രൈസ് എത്ര 10% കണ്ട് മാറ്റി കഴിഞ്ഞാൽ ഡിമാൻഡ് 10%-ലേറെ എന്ത് ചെയ്യും? മാറും. അപ്പോൾ അതിനെ നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയും. കിട്ടിയില്ല? Okay, then for example, if the price of a product is reduced by 30% and the demand for the product increases by 50%, then the demand will be relatively elastic. Mathematically, relatively elastic demand is more than unitary elastic. Unitary elastic price elasticity 1 ആട്ടോ. ഇത് elasticity greater than 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്, ഇവിടെ 15 ആയിരിക്കും. ഓക്കെ, നൗ ഇതൊരു ഡിമാൻഡ് കർവാണ്. ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ വരയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കേസാണ്. നമ്മൾ ഇത് നേരത്തെ വരച്ചു, ഇതും നേരത്തെ വരച്ചു ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താണെന്ന് അറിയോ? ഇവിടെ ഞാനിങ്ങനെ ഓരോ ഡയഗ്രാം വരച്ച് കാണിക്കാം, പിന്നെ കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര ഇലാസ്റ്റിക്കാണ്, ഇവിടെ അത്രയും ഇലാസ്റ്റിക്, ഇത്രയും ഇച്ചോടെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു. ഇവിടെ പെർഫെക്റ്റ്ലി ആണ്, ഇച്ചോടെ കുറഞ്ഞു, ഇച്ചോടെ കുറഞ്ഞു, ഒട്ടുമില്ല. ഇനി ഇലാസ്റ്റിസിറ്റി ഇങ്ങോട്ട് വരുമ്പോഴും കുറയോ, ശരിയല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ കുറയോ, ഇങ്ങോട്ട് കൊണ്ടുവരും കുറയോ. അപ്പോൾ ഇങ്ങനെ ഈ ഡയഗ്രം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഇത് എക്സ്ട്രീം പോയിൻ്റാണ്. നമുക്കറിയാം ഒരു ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോഴേ അത് ഫ്ലാറ്റ് ആയിരിക്കാം, ഏകദേശം ഫ്ലാറ്റ്നെസ് കൂടുതൽ ഫ്ലാറ്റ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെയായിരിക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെയായിരിക്കും, അല്പം ചെരിവ് അല്പം കുറവായിരിക്കും. അങ്ങനെ ഒരു ഡിമാൻഡ് ഇവിടെ വരച്ച് വെച്ചേക്കോട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം വരയ്ക്കുക എന്നുള്ളത്, അത് നമ്മുടെ ഒരു യുക്തിബോധം അനുസരിച്ച് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി, പരീക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആയിപ്പോകരുത്, ഇത് ഇങ്ങനെ ആയിപ്പോകരുത്, മറിച്ച് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വരയ്ക്കണം. ഓക്കെ, സോ മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ്, ഗ്രാഫിക്കലി ഇതാണ്. ഇത് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ യോജിക്കുമല്ലോ എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം, പ്രൈസ് കണ്ടോ 100-80 20% കണ്ട് കുറഞ്ഞു. അപ്പം 10-14 40% കണ്ട് ഡിമാൻഡ് കൂടി, ശരിയല്ലേ? അപ്പോൾ 20% പ്രൈസ് കുറഞ്ഞു, 40% കണ്ട് എന്ത് കൂടി? ഡിമാൻഡ് കൂടി. അപ്പോൾ ആ ഡിമാൻഡ് ഇവിടെ നല്ല ഭംഗിയായിട്ട് ആ ഡയഗ്രാം വെച്ചേക്കുക. ഡയഗ്രത്തിലും ഓക്കെ ആട്ടോ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഭയങ്കര നന്നായിട്ടുണ്ട് ഈ ഡയഗ്രാം. ഇത് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയും, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി അല്ല. നമുക്ക് അതിൻ്റെ ഒരു കസിനെ നമ്മൾ എടുക്കുക, എന്താണ്? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അവിടെ എങ്ങനെയായിരിക്കും നമുക്കറിയാം, ഇങ്ങനെയായിരിക്കും. പ്രൈസ് ഒരു 20% കണ്ട് കുറഞ്ഞു, ഡിമാൻഡ് 10% കണ്ട് കൂടി, ശരിയല്ലേ? പ്രൈസ് 10 രൂപ, 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 8 രൂപ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നോക്കുക, നമ്മൾ നേരത്തെ 50 യൂണിറ്റ് മേടിച്ചായിരുന്നു, ഇപ്പം നമ്മൾ എത്ര മേടിച്ചു? ഒരു 60 യൂണിറ്റ്, 60 ഒരു 55 യൂണിറ്റ് മേടിച്ചു. മനസ്സിലായല്ലോ? ചെറിയ മാറ്റം വരുന്നുണ്ട്. ഞാനിങ്ങനെ വരച്ചപ്പോൾ തെറ്റിപ്പോയോ കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കും. ഈ ഏരിയ ഇതിൻ്റെ പകുതിയായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ ഡ്രോ ഡിമാൻഡ് കർവ് വിച്ച് ഷോസ്
or inelastic demand. Okay, then we are going to see firstly what is relatively inelastic demand. Relatively inelastic demand is the one when demand changes in less than proportionate to change in price. So this is the key, less than proportionate. പ്രൊപ്പോർഷനേക്കാളും കുറവ്. എന്ത് പ്രൊപ്പോർഷൻ? എത്രമാത്രം കണ്ട് പ്രൈസ് കുറഞ്ഞോ അതിനേക്കാളും പ്രൊപ്പോർഷൻ കുറഞ്ഞായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുന്നത്. മനസ്സിലായല്ലോ? ഓപ്പോസിറ്റ് റിലേഷൻ കൊണ്ടാണ് നമ്മൾ കൂടുന്നതെന്ന് പറയുന്നത് കേട്ടോ, മറക്കരുത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് യു ഹാവ് ടു എക്സ്പ്രസ് റിലേറ്റീവ്ലി ഇനെലാസ്റ്റിക്. ഫോർ എക്സാമ്പിൾ, പ്രൈസ് ഡിക്രീസ് ബൈ 20%, ഡിമാൻഡ് ഇൻക്രീസ് ബൈ ജസ്റ്റ് 10%. 20-10. ലെസ് റെസ്പോൺസീവ്, ലെസ് ഇലാസ്റ്റിക് ഓർ ഇനെലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇനെലാസ്റ്റിക്. Marshall has termed inelastic demand elastic being less than unity. Elasticity is less than unity. The numerical value of relative inelastic demand ranges between 0 to 1. Less than 1 ആയിരിക്കും. 0 to 1 ആണ്. Okay, the following table shows the case of relative elastic. അതാണ് ടേബിൾ ഞാൻ വേണമെന്ന് വെച്ചാൽ കേട്ടോ, ആ ടേബിൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് അത് വേണ്ട. ഓക്കെ, സോ ഇനി ഒരു ഡിമാൻഡ് കർവാണ്. ടേബിളിനേക്കാളും നല്ലത് ഡയഗ്രാം. അതും കൂടെ കറക്ഷൻ വെക്കാം. ഇത്രയല്ലേ പാരഗ്രാഫ് ഡയഗ്രത്തിൻ്റെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്കിൻ്റെ അവിടെ പാരഗ്രാഫ് കറക്ഷൻ ഉണ്ട്. പാരഗ്രാഫ് മാർഷൽ എന്നുള്ള തുടങ്ങുന്ന പാരഗ്രാഫ്. ഓക്കെ, കറക്ഷൻ നമുക്ക് ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴേ ഒറ്റയടിക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇട്ട് പോവുക. അന്നേരത്തേക്ക് സംഭവിക്കുന്നത് കുഞ്ഞു കുഞ്ഞു എററല്ല. പിള്ളേരെ സംബന്ധിച്ചുള്ള ഒരു സീരിയസ് എറർ തന്നെയാണ്. ടേബിൾ എവിടെയാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കും. ടേബിൾ ഒരെണ്ണമുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്ത്. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇത് നമുക്ക് ഡയഗ്രാം ഇവിടെ കിട്ടിയില്ലോ. കണ്ടോ ഈ ഡയഗ്രത്തിൽ ഇതെത്രയാണ്? 40% കൊണ്ട് എന്ത് കൂടി? പ്രൈസ് കൂടി. ഡിമാൻഡ് പറഞ്ഞ എത്രയാണ്? 10% കൊണ്ട് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഇവിടെ 20% അഡ്ജസ്റ്റ് വെച്ച് പ്രൈസ്, ഇവിടെ 40% അഡ്ജസ്റ്റ് ചെയ്ത് പ്രൈസും 10% അഡ്ജസ്റ്റ് ചെയ്ത് എന്നും കൂടെ ക്വാണ്ടിറ്റിയും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ ഡയഗ്രാം പെർഫെക്റ്റ് ആവും. മനസ്സിലായാലും? ഇതൊക്കെ നമുക്കൊരു സെൻസ് കൊണ്ട്, നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡയഗ്രാം വിച്ച് ഷോസ് വാട്ട് ഇനെലാസ്റ്റിക് ഡിമാൻഡ്. ചേഞ്ച് ഇൻ പ്രൈസ് leads to a smaller change in quantity demanded. So that is what this inelastic, relatively inelastic demand says. Then the next one is an interesting case scenario which you can get only in dreams. That is called യൂണിറ്ററി ഇലാസ്റ്റിക്. യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 10% കൊണ്ട് വില കൂടിക്കഴിഞ്ഞാൽ 10% കൊണ്ട് ഡിമാൻഡും കുറയും. 20% കൊണ്ട് വില കൂടിക്കഴിഞ്ഞാൽ 20% കൊണ്ട് എന്ത് പറയും? ഡിമാൻഡും കുറയും. വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഓക്കെ, സോ we are coming to see what is unitary elastic. Unitary elastic demand happens when changes in price brings equally proportional in quantity demand. For example, if price changes by decrease by 10%, demand also increases by 10%. Also increases എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഈ ഓൾസോ ഇൻക്രീസസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ദി ന്യൂമറിക്കൽ വാല്യൂ ഓഫ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി is equal to 1. An interesting feature of unitary elasticity is that demand curve unitary elastic demand curve rectangle hyperbola. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഡിമാൻഡ് കർവ് ഇങ്ങനെയായിരിക്കും. നമ്മൾ പരീക്ഷയ്ക്ക് വരച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകാത്ത, നമ്മളെങ്ങനെ വരച്ചാലും എന്താ തേങ്ങ പകുതിയായിട്ട് മുറിച്ചിട്ട് ചിരട്ട ഇരിക്കുന്ന പോലെ ഇങ്ങനെ വരയ്ക്കേണ്ട എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനെ നോക്കുക. ഇവിടെ നിങ്ങോട്ട് ഒരു 5 സെൻറ്റിമീറ്റർ, ഇവിടെ നിങ്ങോട്ട് 5 സെൻറ്റിമീറ്റർ ആയോ? ഓക്കെ, ഇനി നമ്മളൊരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങോട്ട് മാറ്റി ഒരു കുത്തിട്ടു, ഇവിടെ മാറ്റി ഇങ്ങോട്ടൊരു കുത്തിട്ടല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് നോക്കാം. ഓക്കെ, ഏകദേശം വലിയ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ പരീക്ഷയ്ക്ക് വരയ്ക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പോയിൻ്റ് ഇടുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഒരു ആംഗിൾ മാറി ഒരു പോയിൻ്റ് ഇടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അതേ പോയിൻ്റ് ഇടുക. പിന്നെ വരച്ച് വെച്ച പോയിൻ്റ് മാറി ഇതും തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. ഇവിടുന്ന് ഒരു പോയിൻ്റ് ആംഗിൾ മാറ്റി കഴിഞ്ഞ് ഇങ്ങനെ സെയിം ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഇതിനെ റെക്റ്റാങ്കിൾ ഹൈപ്പർബോള എന്ന് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് എ ലൈൻ വിച്ച് ഹാസ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഓക്കെ, എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, ആൻഡ് ഇറ്റ് ഷോസ് വാട്ട് വി ക്യാൻ സേ the price elasticity of price equal to 1. Okay, change in price 10% and that brings a change in quantity what 10%. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഡയഗ്രാം കാണുന്നത്. ഈ കോൺസെപ്റ്റിനെ കണ്ട് യൂണിറ്ററി ഇലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചുള്ള കുറേ കോൺസെപ്റ്റ് കണ്ടു. എന്തൊക്കെ കണ്ടു? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഇത് ഇനി അടുത്ത് വരയ്ക്കാനാണ് പാട് കേട്ടോ. യൂണിറ്ററി ഇലാസ്റ്റിക് ഇത് ഞാൻ വരച്ചപ്പോൾ ശരിയായാലും നിങ്ങൾക്ക് വീട്ടിൽ കാണുമല്ലോ.
തന്നെ വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല, പെട്ടെന്ന് വരച്ചാൽ ശരിയാവില്ല. ഇതാണ് റെക്റ്റാങ്കിൾ ഹൈപ്പോള. Okay, so that is all about what we can say, the concept of price elasticity of demand. Understand, price elasticity represents can be measured through a percentage method, which we can say proportional change in quantity demanded due to a proportional change in its price. Okay, so del Q divided by del P into P by Q ഒക്കെ നമ്മൾ കണ്ടാ കേട്ടോ. ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് തിരിച്ചു അതിലേക്ക് ആ ഇക്വേഷൻ കാണിക്കാം. ഒരിക്കലും മറക്കരുത് കേട്ടോ. ആ ഇക്വേഷൻ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ ജോലി അങ്ങ് തീർന്നതാണ് ഇപ്പം. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ. ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ മറക്കരുത് ഈ ഒരു ഇക്വേഷൻ del Q divided by del P into P by Q. Similarly, the expression that elasticity is equal to proportional change in quantity demanded due to proportional change in price. ഓക്കെ, ഇനി ഒരു ടോപ്പിക്കോടെ നമുക്ക് ഇതിൻ്റെ തീർക്കേണ്ടത്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വെക്കേണ്ട, ഇപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. സപ്ലൈ, law of supply. When there is a law of demand, there can be a law of supply as well. Then what is the law of supply? Law of supply can be explained from the diagram itself. This is the supply curve. Here it is a quantity demanded, here it is a price. You can easily understand there is a positive relationship between what quantity demanded, quantity supplied, demanded a lot of supplied. Yes. പറഞ്ഞു വന്നു, കാഷ്വലായിട്ട് പറഞ്ഞു വന്നു. സോ ക്വാണ്ടിറ്റി, ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് പ്രൈസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ലോ ഓഫ് സപ്ലൈ എന്തായിരിക്കും പറയുക? ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. അതാണ് ലോ ഓഫ് സപ്ലൈ. സോ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ചേഞ്ച് ഇൻ ക്യൂ ക്വാണ്ടിറ്റി സപ്ലൈ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ശരിയല്ലേ? മറ്റേ നമ്മളങ്ങനെ എഴുതിയത് ലെസ് ദാൻ 0. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആണ്. ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞാൽ 0ക്ക് മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അതായത് സപ്ലൈ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ദി ഗുഡ്സ് ഡ്യൂ ടു പ്രൈസ് എങ്ങനെയായിരിക്കും? പ്രൈസ് കൂടുന്നതനുസരിച്ച് എന്തും കൂടും, സപ്ലൈയും കൂടും. പോസിറ്റീവ് ആണ്. അത്രയും മാത്രം കാര്യങ്ങൾ അവിടെ ഉള്ളൂ. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ, ഞാൻ അപ്പടി കെട്ടാൻ തുടങ്ങി. പോട്ടെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറയാം. ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ദാറ്റ് അതർ തിങ്സ് ബീങ് കോൺസ്റ്റൻറ്റ്, അതെല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. There is a positive relation between supply of a commodity and its price. Okay, so this is what the law of supply. Law of demand അറിയാമെങ്കിൽ law of supply നമുക്കറിയാം. സപ്ലൈ ചെയ്യുന്ന ആരാ? പ്രൊഡ്യൂസർ. അതൊരിക്കലും മറക്കരുത് കേട്ടോ. ബേസിക്സ് ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. കൺസ്യൂമർ അല്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, ഇത് കച്ചവടക്കാർ, ഇതുണ്ടാക്കുന്ന ആൾക്കാരാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സംബന്ധിച്ചുള്ള നിയമമാണ്. നമ്മളതുകൊണ്ട് കൺസ്യൂമറുടെ ആംഗിൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പിടികിട്ടുമല്ല, നമുക്ക് അപ്പടി കോമഡി ആയിട്ട് തോന്നും. Law of supply states that other things being constant, there is a positive relation between supply of a commodity and its price. Okay, this means when the price of a commodity is increased, the supply of that commodity will go up. Like increased, positive. Change in Q divided by change in P. QS ആവട്ടെ ശരിക്കും പറയുകയാണെങ്കിൽ is greater than 0. So നമ്മൾ പറയുകയാണെങ്കിൽ, so there is a positive relation. Understandably നമ്മൾ പറയാം ലെവൽ 1 സപ്ലൈ is a function of what? P. നമ്മൾ എത്രമാത്രം സപ്ലൈ ചെയ്യണമെന്ന് എന്തിനെ ആശ്രയിക്കും? പി ആശ്രയിച്ചിരിക്കും. ഇനി പിയും എസും തമ്മിൽ എങ്ങനെ മാറും? ക്വാണ്ടിറ്റി സപ്ലൈഡ്. എസ് അവിടെ മിസ് ചെയ്തു, സാരമില്ല, ഞാൻ തന്നെ ഇക്വേഷൻ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അലംഭാവം കാണിച്ചുകൊണ്ട് എസ് അവിടെ വന്നില്ല. എസ് നിങ്ങളൊന്ന് ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്വേഷൻ എടുത്ത് ഒന്നുകൂടെ ഇരിക്കാൻ പോകുന്നില്ല, ഭയങ്കര പാടൊന്നുമില്ല, ചെയ്യാവുന്നുള്ളൂ. ഞാൻ എഴുതി വെക്കട്ടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്നുള്ളത്. അതും കൂടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡ് ബൈ പ്രൈസ്, ബാക്കിയല്ല no problem, you know. So quantity supplied due to a change in quantity supplied due to a change in price is greater than 0. Pretty clear? No problem. Okay, now this is the demand curve. You can get from this particular relationship between price and the quantity supplied of a particular commodity. Okay, so it goes up and goes up. So this diagram looks like that of a higher secondary school diagram. അപ്പോൾ ഹയർ സെക്കൻഡറി നിങ്ങൾ പ്ലസ് ടു പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ടീച്ചർമാർ പഠിപ്പിക്കും. 10, 5, 11, 6, 12, 7, 13, 8 എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നോട്ട് തരും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഡയഗ്രാം ക്യാൻ ബി മോർ സിംബോളിക് ബിക്കോസ് യു ഹാവ് ടു explain lot of things. Concentrating on the diagrammatic part will be quite difficult, you know. So this is a diagram. Okay, no problem at all. Positive relationship, numerical explanation is not needed. If it is needed, price, quantity supplied, okay, എന്താണ് 5, 8, 6, 12, 7, 14, 8, 16, ഇപ്പോൾ 9 വേണമെങ്കിൽ 20 ആകാമല്ലേ.
10 25 ആയാലും അങ്ങനെ അങ്ങ് തട്ടിക്കിട്ടേണ്ടാവും. മനസ്സിലായാലും ഒരു ഡയഗ്രമായി പ്രൈസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഓക്കെ, ഒന്നാമത്തെ തവണ, രണ്ടാമത്തെ തവണ, മൂന്നാമത്തെ സീരിയൽ നമ്പർ. ഓക്കെ, ഇത് അതിൻ്റെ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞ് കിട്ടേണ്ടാവും. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ് ക്യാൻ ബി ഈസിലി മെയ്ഡ് because it shows a positive relationship. Okay, the above diagram shows a positive sloping supply curve, positively sloping. It proves that law of supply that shows a positive relation between quantity demanded of a commodity and its price. Okay, so that is about the law of supply. Okay, അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ.